നമുക്ക് ഈ ബോംഡിലേക്കുള്ള യാത്രയ്ക്കിടയ്ക്ക് ഒത്തിരി ചെറിയ ചെറിയ നമുക്ക് ഹാംലെറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആർമിയുടെ ക്യാമ്പാണ് താഴെ കാണുന്നത്. അതല്ലാണ്ട് തന്നെ ഹാംലെറ്റ്സ് ഒത്തിരി ഉണ്ട്. കാരണം വളരെ ഡെസേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട താമസിക്കുന്ന സ്ഥലങ്ങൾ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ചെറിയ ചെറിയ വില്ലേജുകൾ, ഗ്രാമങ്ങൾ പോലെ സംഭവങ്ങൾ ഇവിടെ ഒക്കെയും ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ്. കാര്യം വളരെ സിമ്പിളാണ്. ഈ ചൈന ബോർഡറിൻ്റെ ആ പ്രയോറിറ്റി കാരണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് കാരണം 91 RCC എന്നാണ് ഇവിടെ പറയുന്നതിന് ആ ക്യാമ്പ് എന്തുവാണ്. അത്യാവശ്യം രസമുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ ആർമിയുടെ കണ്ടോൺമെൻറ്റ് ടൈപ്പ്. അവിടെ അതിനേക്കാൾ കുറച്ചുകൂടി ആ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയാൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുന്നിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ടെന്നേ കാണുന്നുണ്ട്. ഇതിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നത്. താഴേക്ക് ആർമി കണ്ടോൺമെൻറ്റ്. നമ്മളിപ്പോൾ ആർമി കണ്ടോൺമെൻറ്റിൽ കൂടിയാണ് പോകുന്നത്. കാരണം ഇടതുവശത്തും വലതുവശത്തും നമ്മൾ കാണുന്നത് ആർമി സ്റ്റേഷൻസാണ്. സ്വന്തം വീടും നാടും ഒക്കെ വിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാക്കാമെന്ന് ഇവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നാഗ്മന്ദിർ കുറച്ച് മുന്നേ കയറിയായിരുന്നു. നാഗ്മന്ദിർ കയറിയ സമയത്ത് സോക്സ് ഒന്നും ഇല്ലാണ്ട ഞങ്ങൾ പോയേ. അപ്പോൾ എനിക്ക് താഴേക്ക് ഇറങ്ങി കാലുവേദന എടുക്കുക. കാരണം തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നും, അറിയില്ല എൻ്റെ മുട്ടിൻ്റെ പ്രശ്നമാണോ. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ കൊടും തണുപ്പത്ത് ഇവിടെ ഇപ്പോൾ തണുപ്പത്തിൽ തുടങ്ങിയിട്ടില്ല. നമുക്കിപ്പോൾ ബുദ്ധിമുട്ട് കൂടെ ഫീൽ ചെയ്യുന്നെങ്കിൽ ഇവരുടെ കസിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ശരി, ഇവർ ഒരു എന്താ പറയുക, ഇത് ശരിക്കും ഡിസേർവ് ചെയ്യുന്നത്. ഇവർക്കുള്ള ബെനിഫിറ്റ്സ് ആവട്ടെ എന്താവട്ടെ, ബെനിഫിറ്റ്സ് കുറവാണെന്നായി സംശയം. അത്രയ്ക്കധികം സ്ട്രഗിൾ ഇവിടെ ഉണ്ട്. അത്രയും ഹാർഷായിട്ടുള്ള ക്ലൈമറ്റിനോട് നമ്മൾ വണ്ടി പോകുന്ന പോലെ അല്ല. ഇവർക്ക് വന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഇവർക്ക് ഈ ബോർഡർ പട്രോളിങ്ങൊക്കെ പോകുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ച് നോക്കി. എല്ലാ പട്ടാളക്കാർക്കും സല്യൂട്ട്, ഹാറ്റ്സ് ഓഫ്. ഗൈസ്, ഇപ്പം നമ്മൾ തേങ്കാവാലി കണ്ടുപോയി. ജസ്റ്റ് ഒരു റിവർ സൈഡ് എന്താ പറയുക, അത് പാസ് ചെയ്തപ്പോഴേ ഞാൻ അറിയുന്നത് തേങ്കാവാലി. കാരണം ജസ്റ്റ് വേറൊന്നുമില്ല, ഒരു റിവർ സൈഡാണ്. അവിടെ നിന്ന് ട്രക്കിങ്ങോ മറ്റോ ഉണ്ടോന്നും അറിയില്ല. जैसे कोई ट्रैकिंग कुछ भी नहीं है, सिर्फ वैली है देखने के लिए. आगे में एक फौजी का मेमोरियल है. अभी रुकेंगे साइड में. ഈ പോകുന്ന വഴിക്കൊരു ആർമി മെമ്മോറിയൽ ഉണ്ടെന്നാ പറയാം ഗൈസ്. അതല്ലാണ്ട് അറിയില്ല. കാരണം ഈ വ്യൂ അതിമനോഹരമാണ് കേട്ടോ. ആ റിവർ സൈഡ് വ്യൂ നോക്കിയേ. ഈ ബോംഡിലേക്കുള്ള ഓരോ വഴിയും, അങ്ങനെ അരുണാചലിലെ ഓരോ വഴികളും സെയിം ആകാം. ചിലപ്പോൾ എന്താ പറയുക, അത് ഇത്രയധികം മനോഹരം എങ്ങനെ ആയെന്ന് അറിയില്ല. എനിക്കറിയാം എന്താ പറയുക, നമ്മൾ മനോഹരം എന്ന് പറയുമ്പോൾ പോലും ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം ഭയങ്കര ഹാർഷായിരിക്കാം. ആണ് ഉറപ്പാണ്. അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ചിന്തിച്ചു. ആ ഒരു ലാൻഡ് സ്ലൈഡ് പ്രോൺസ് ഏരിയാസ് അതൊക്കെ. ഇതാണ് നമ്മുടെ തേങ്കാവാലി ടൗൺ. നമ്മുടെ ടൗണിലേക്ക് എന്താ ആ വാലിയുടെ ആ ഒരു വ്യൂ കഴിഞ്ഞ് ആ റിവർ സൈഡ്. ഗൈസ്, തേങ്ക എന്ന് പറഞ്ഞാൽ നദിയാണ് കേട്ടോ. നദീ തീരത്തുള്ള വാലി. അതിനിടയ്ക്ക് ഇവിടെ പലരും പറയുന്നുണ്ടായിരുന്നു തേങ്ങയുടെ വാലി. എനിക്ക് കമന്റ്സ് ये क्या बोला मालूम है? कोकोनट का वैली है, नारियल का. ഹായ് ഗൈസ്, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബാൾ ഓഫ് ഫയറും ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ത്യൻ ആർമിയുടെ കുറേ നല്ല രസങ്ങളുണ്ട്, നമുക്ക് കാണാം. ഇത് ജസ്റ്റ് ബോംബെയിലേക്കുള്ള ചെറിയ ഹോൾട്ടാണ്. ഹോൾട്ട് മീൻസ് എന്താ പറയുക, നമുക്ക് ചായ കുടിക്കാനും ജസ്റ്റ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയും, നമുക്ക് നോക്കാം. നമ്മളെന്താ പറയുക, ഇപ്പോൾ
തെങ്ക വാലിയുടെ കൂടെ അതിനകത്തുള്ളൊരു എന്താ പറയുക ഒരു ഇവിടെ ചോദിച്ചു കൂടെ ബാത്റൂം ഇവിടെ ഉണ്ടോ. ഇതൊരു വാർ മെമ്മറിയലാണ് തെങ്കാവാലിയിലുള്ള ടാങ്കുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള വാൾ ഓഫ് ഫയർ മ്യൂസിയം. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പറയുന്ന സംഭവം ഇന്ത്യൻ ആർമിയുടെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. മ്യൂസിയവും ബാക്കിയുള്ള കാര്യങ്ങളോ. ചെന്നൈയുടെ വാൾ ഓഫ് ഫയർ മ്യൂസിയം dedicated to Bravehearts of കമ്മിങ് സെക്ടർ 2010 എന്തുണ്ടായ ഇതൊരു ഡിഫറെൻ്റുള്ള എക്സ്പീരിയൻസ് കേട്ടോ. വാൾ ഓഫ് മ്യൂസിയം ആർമി മെമ്മോറിയൽ. ഇതൊക്കെ നല്ല ശരിക്കും ഇതൊക്കെ നല്ല നല്ല കാഴ്ചകളാണ്. ആർമി മ്യൂസിയവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട്. ഞാൻ ആ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് അയാൾ വാഷ്റൂം പോയിക്കോ. ഞാൻ ആ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുക. ഇത് തെങ്ങാ നദിയുടെ ആ ലിങ്ക് ചെയ്തൊരു സംഭവം. നമ്മൾ നേരത്തെ എന്താ പറയുക ജമേരി ഹാങ്ങിങ് ബ്രിഡ്ജ് വെച്ചാൽ നേരത്തെ കണ്ടല്ലോ. അതിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ. ഗൈസ് ഇതൊക്കെ ഇവിടെ ആടുന്നുണ്ട് ഗൈസ്. വാവ്, അയാളാണെങ്കിൽ ക്യാപ്പ് പോലും വെച്ചത് അയാളോടെ നിൽപ്പുണ്ട്. വേണ്ടേ കൈയൊക്കെ കഴുകി വരുന്നുണ്ട്. കൈയൊക്കെ കഴുകി. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് ഫ്രീ ആണ്. നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനാണ്. നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിർത്താവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇന്ത്യയുടെ ആ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ലെങ്കിൽ പോലും ഭയങ്കരമായൊരു പോസിറ്റീവ്. കാരണം അവിടെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. കണ്ടോ ഗൈസ്. ഇത് വളരെ പോസിറ്റീവായിട്ടൊരു റെസ്റ്റോറൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും. അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. ആ വന്ന വഴികളും. രാമു എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യൻ ആർമി സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ ദേശഭക്തിയുള്ള ഓരോ ആൾക്കാർക്കും ഈ മ്യൂസിയം കാണാം. ഇവിടെ വരാം. ജസ്റ്റ് ഒരു ഈ ബോംബെയിലേക്ക് ഇറക്കിയുള്ള ഒരു ചെറിയ ഹോൾട്ട് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം വളരെ ചെറിയൊരു പ്ലേസ് ആണ്. ബട്ട് സ്റ്റിൽ ഇത് വേർത്തിട്ടാണ് ഗൈസ്. പിന്നെ അയാളെന്താ പറയുക ഇവിടുത്തെ ആടുകൾ എന്നെ കുത്താനെങ്ങാനും വരുമെന്നറിയില്ല. മണിയും തൂക്കി നടക്കുക. അങ്ങോട്ടേക്ക് നീറ്റ്സ് ഇവിടെ ഇനിയും ഉണ്ട് കേട്ടോ. വളരെ വെൽ മെയിൻറ്റൈൻഡാണ് ഗൈസ്. ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ്. ആയിരത്തി 1962 ഇന്ത്യ ചൈന വാറിലും മരിച്ച ആൾക്കാർക്കുള്ള ഒരു മുറിവേറ്റ ആൾക്കാർക്കുള്ള സ്മരണയ്ക്കുള്ള സംഭവം. ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കേണൽ
റീജിയൻ 7th ലൈറ്റ് കേവറിയുടെ എന്താ പറയുക കോണലാണ് ചെയ്തിരിക്കുന്നത്. 2025 ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. ഓ പ്ലീസ് നോ ഇറ്റ്സ് ഓക്കെ. ഇത് വാൾ ഓഫ് ഫയർ മ്യൂസിയം. ഇതൊക്കെ ഇന്ത്യൻ നമ്മുടെ പഴയ സോവിയറ്റ് ടാങ്ക്സ് ആണ്. ഇവൻ ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് T-72 ഉണ്ട്, T-90 ഉണ്ട്, അർജുൻ MK1 MK2 ഉണ്ട്, പ്ലസ് ഷൂർവാണ് നമ്മുടെ ലൈറ്റ് ടാങ്ക് ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുണ്ട്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ വാൾ ഓഫ് ഫയർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും വിഷ്ണു മാത്രമേ ഉള്ളൂ. അയാൾ തൊപ്പിയെടുത്തില്ല, മഴപ്പാട് കാരണം ഉടനെ വണ്ടിക്കകത്തേക്ക് പോയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രാവലിംഗ് സമയത്ത് ഇവിടെ ഹോൾട്ട് എടുക്കുക, നല്ല ചായ കിട്ടും. ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ അവർ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ബ്രേക്ക് എടുക്കാനും നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു നല്ലൊരു മൊമെൻറ്റ് ഇവിടെ പാർക്കൊക്കെ ഉണ്ട് ഫാമിലി ട്രാവൽ ചെയ്യുമ്പോൾ.